Ambassador. Welcome. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Praise the Lord. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ കർത്താവിന്റെ വചനത്തിന്റെ മുമ്പാകെ നമുക്കായിരിക്കാൻ കൃപ ലഭിച്ചതോർത്ത് കർത്താവിനെ മഹത്വം കൊടുക്കാം. अनुग्रहकारी समय के लिए परमेश्वर धन्यवाद देते हैं। प्रभु ने एक और बार हमें मौका दिया, अवसर दिया। ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെർമൺ ഓൺ ദ മൗണ്ടിൽ നിന്നാണ്. इन दिनों हम पहाड़ी उपदेश में से पढ़ रहे हैं। അതിലെ 5-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5वें अध्याय के आरंभ के भागों को हम देखते हैं। നമുക്കറിയാം, നമ്മുടെ പ്രാരംഭ ക്ലാസ്സുകളിൽ കേട്ടതുപോലെ 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ ബി ആറ്റിറ്റ്യൂഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു, വെർച്യൂസ് എന്നറിയപ്പെടുന്നു. हम देखते हैं 5वां अध्याय 3रे अध्याय से लेके 7वें अध्याय तक हम जो प्रभु ने उपदेश दिया उसको हम पहाड़ी उपदेश के रूप में देखते हैं। അതിലെ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ 8-ാമത്തെ വാക്യം വരെ പഠിച്ചു കഴിഞ്ഞിരിക്കുക. 3 से लेके 12 आयत को हम जब पढ़े उसमें से 8 आयत तक हमने पढ़ लिया है। നമ്മൾ ഈ ഓരോ ഭാഗങ്ങളും പഠിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ നാം നമ്മെ തന്നെ ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. मैंने जिस तरह पहले भी पिछले हफ्ते कहा कि हम जब ये पढ़ रहे हैं हम अपने आप को जांचें इन वचनों के द्वारा। ഇതിൽ കാണുന്ന എല്ലാ ഗുണങ്ങളും നമ്മുടെ കർത്താവിൽ ഉണ്ടായിരുന്നു. कि जो बातें यीशु मसीह ने कहा है तमाम बातें यीशु मसीह के जीवन में था। കർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഗുണഗണങ്ങളായിരുന്നു അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നത്. यीशु मसीह के जीवन में जो गुण थे वही पवित्र आत्मा के द्वारा 12 प्रेरितों के जीवन में भी आया। നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരുന്നു എന്നുള്ളതിന്റെ ലക്ഷണം എന്തെന്ന് ചോദിച്ചാൽ യേശു കർത്താവിന്റെ സ്വഭാവത്തിൽ നമ്മൾ ആയിത്തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. हम आत्मिक उन्नति कर रहे हैं, उसका प्रमाण क्या है? यीशु मसीह के स्वभाव में मेरा आप आगे बढ़ रहे हैं। ദൈവത്തിന്റെ തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളൊരു പുസ്തകമല്ല കാണേണ്ടത്, നമ്മളൊരു വ്യക്തിയെയാണ് അതിൽ കാണേണ്ടത്. हम जब परमेश्वर के वचनों को पवित्र शास्त्र को पढ़ें तो हम एक किताब के रूप में नहीं, वहाँ एक व्यक्ति को हम देख के पढ़ें। വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള 66 പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഒരു വ്യക്തിയെക്കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. മറ്റാരുമല്ല, മിശിഹായായ യേശു കർത്താവിനെ കുറിച്ചാണ്. हम देखते हैं पवित्र शास्त्र में उत्पत्ति से लेके आखिरी किताब प्रकाशित वाक्य तक हम यीशु मसीह को ही केंद्र बिंदु के रूप में देखते हैं। പഴയ നിയമത്തിൽ നോക്കിക്കഴിയുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുവാനുള്ള അല്ലെങ്കിൽ കാലസമ്പൂർണതയിൽ വരുവാനുള്ള ദൈവപുത്രനെ കുറിച്ചുള്ള പ്രവചനങ്ങളും അരുളപ്പാടുകളുമാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നത്. पुराने नियम में हम देखते हैं किसी न किसी तरह हम भविष्यवाणी के रूप में बहुत सी बातों को उसमें हम देखते हैं। അപ്പോൾ സമ്പൂർണതയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ യേശു കർത്താവിങ്കിലേക്ക് എത്തുക എന്നുള്ളതാണ് അർത്ഥം. हम संपूर्णता में आने का अर्थ क्या है? यीशु मसीह तक मैं और आप पहुंच जाएं। കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു, പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന എത്ര വലിയ വിശുദ്ധനായിരുന്നാലും ശരി, എത്ര അത്ഭുതങ്ങളോ അടയാളങ്ങളോ ചെയ്യുന്നവനായാലും ശരി, അവരൊക്കെയും ദൈവസന്നിധിയിൽ വെറും ദാസന്മാരും ദാസികളും മാത്രമായിരുന്നു. हमने पहले भी देखा कि कितने भी महान क्यों ना हो, बड़े क्यों ना हो, तब भी वे परमेश्वर के दास दासी कहलाते थे। എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അത്ഭുതങ്ങളും ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു അടയാളങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ കൊണ്ട് ഒരു പ്രയോജനമില്ലെങ്കിലും കർത്താവിൽ വിശ്വസിച്ച ഒരു സാധാരണ വിശ്വാസിയായി തീർന്നാൽ പോലും നമ്മൾ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവിയിലായിത്തീരുന്നു. लेकिन नए नियम में हम जब देखते हैं आप बड़े बड़े आश्चर्य कर्म अद्भुत कार्य मत करो, एक साधारण से मनुष्य क्यों ना हो, विश्वासी क्यों ना, तब भी हम पिता के परमेश्वर के पुत्र पुत्री कहलाते हैं। അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിലൂടെയാണ്, യേശു ക്രിസ്തുവിലൂടെയാണ് നമ്മൾ പിതാവിന്റെ മക്കളായി തീർന്നത്. उसका कारण क्या? यीशु मसीह के द्वारा हम पिता परमेश्वर के पुत्र पुत्री कहलाते हैं। നമ്മൾ എബ്രായ ലേഖനം 4-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, നമ്മളുടെ മുമ്പിൽ മാതൃകയായി നിൽക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ജീവിതമാണ്. इब्राहिम किताब हम देखते हैं 4थे अध्याय के अंदर यीशु मसीह ही हमारे लिए एक अनुयायी के रूप में है, मॉडल के रूप में है।
അപ്പോൾ ഓരോ ദിവസവും യേശു കർത്താവിന്റെ ജീവിതചര്യയിലേക്ക് നമ്മൾ വരണം. എൻ്റെ കർത്താവ് എങ്ങനെയാണ് ജീവിച്ചത്, അങ്ങനെ എനിക്ക് ജീവിക്കുവാൻ കഴിയണം. എൻ്റെ കർത്താവ് എങ്ങനെയാണ് പിതാവിനെ പ്രസാദിപ്പിച്ചത്, അങ്ങനെ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ കഴിയണം. എൻ്റെ കർത്താവ് എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിച്ചത്, അതുപോലെ എനിക്ക് സ്നേഹിക്കുവാൻ കഴിയണം. ക്ഷമിച്ചത് എങ്ങനെയാണ്, അങ്ങനെ ക്ഷമിക്കുവാൻ എനിക്ക് കഴിയണം. ആ വഴിയിലാണ് നമ്മൾ വളരേണ്ടത്. इसलिए मुझे आपको समझना, जैसे यीशु मसीह जीवन को बिताया, कैसे परमेश्वर को, पिता को यीशु मसीह ने प्रसन्न किया अपने जीवन के द्वारा, अपने कार्य के द्वारा, उसी तरह में और आप अपने जीवन में भी यीशु मसीह के पद पे चले, ये हमारी इच्छा होना है. അതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബി ആറ്റിറ്റ്യൂഡ്സിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവിന്റെ സ്വഭാവങ്ങളാണ് നമ്മൾ അവിടെ കണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. इसलिए पहाड़ी उपदेश के अंदर हम यीशु मसीह के स्वभाव को हम देखते हैं. 5:3 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഓരോ ആഴ്ചകളിലും നമ്മൾ അതിലെ ഓരോ വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെയും യേശുവിൽ നമുക്ക് കാണുവാൻ കഴിയുമെന്നുള്ളതാണ്. इसलिए हम जब देखते हैं कि धन्य व्यक्ति कौन है, 3 से लेके आगे की आए तो हम देखते हैं धन्य कौन है. धन्य जो मन के दीन है, धन्य जो नम्र है, धन्य है वे जो धर्म के भूखे प्यासे हैं, धन्य है वे जो दयावंत है, धन्य वे जो मन के शुद्ध है, धन्य जो मेल कराने वाले हैं. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ആയിത്തീരുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിത്തീരാത്തവർ ആരാണ്? ഭാഗ്യവാൻ എന്നുള്ളതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ ചിന്തിച്ചാൽ മതി. ആ അനുഭവമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. इसलिए हमें समझना है, ये जो बातें कही है ये पूरा होता है तो हम धन्य हैं, लेकिन अगर हम अपने जीवन के अंदर में इन बातों का अमल नहीं कर पाते, हमारे जीवन में ये बातें नहीं है, तो हम इसके विपरीत में है, अधन्य लोग कहलाएंगे. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതെല്ലാം പഠിക്കുന്നതിലല്ല നമുക്ക് കാരണമായിട്ടുള്ളത്, അനുഗ്രഹമായിട്ടുള്ളത് ഇത് നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുന്നതിനും അനുവർത്തിക്കുന്നതിനുമാണ്. इसलिए मैं और आप केवल इसको पढ़ें इससे फायदा नहीं है, इसका अनुसरण करें तो ही इसका फायदा है. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ പകൽക്കാലം, ഇന്നത്തെ രാത്രികാലം അടുത്ത വാക്യത്തിലേക്ക് കടന്നു വരാം. ആ വാക്യം 8ാമത്തെ വാക്യമാണ്. इसलिए आज की रात में और आप आगे की ओर आए, आज हम 8वें आयत में देखेंगे. 9ാമത്തെ വാക്യം. 9वीं आयत हम देखेंगे. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. धन्य वे जो मेल कराने वाले हैं, क्योंकि ये परमेश्वर के पुत्र कहलाएंगे. വളരെ ശ്രദ്ധയോടെ നമ്മൾ ആ വാക്യം പഠിക്കണമേ. ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടണമെന്നെങ്കിൽ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. ध्यान से हमको इस आयत को पढ़ना है, समझना है. मेरा आप अगर परमेश्वर के संतान है तो हम दूसरों को शांति देने वाले होना है. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12ാമത്തെ വാക്യം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. यूहन्ना रचित सुसमाचार 1:12 में लिखा, परंतु जितनों ने उसको ग्रहण किया, उसके नाम पे विश्वास करते हैं, उन्हें परमेश्वर के संतान होने का अधिकार दिया. ദൈവം കർത്താവ് നമുക്കൊരു വഴി തുറന്നിട്ട് പറയുകയാണ്, ക്രിസ്തുവിൽ നിങ്ങൾ വരുന്നെങ്കിൽ, ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം കഴിയും. यहाँ पे परमेश्वर एक द्वार हमारे लिए खोल रहा है. अगर तुम विश्वास करोगे तो तुम परमेश्वर के संतान कहलाओगे. അത് കർത്താവ് പറഞ്ഞ കാര്യമാണ്. എന്നാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നോ എന്നെങ്ങനെ നമുക്ക് ശോധന ചെയ്യുവാൻ കഴിയും? ഇതാണ് അടുത്ത ടെസ്റ്റ്. സമാധാനം ഉണ്ടാക്കുന്നവരാണോ നമ്മൾ കടന്നു പോകുന്നിടത്ത് സമാധാനം കൊണ്ടു കൊടുക്കുവാനോ സമാധാനം വരുത്തുവാനോ നമുക്ക് കഴിയുമോ? इसलिए मुझे आपको समझना है, हमें कैसे यकीन होगा कि हम परमेश्वर के संतान. इसलिए हम इस वाक्यों में हमको आना है. लिखा है, मेल कराने वाले धन्य हैं. क्या हम मेल कराने वाले हैं क्या? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ സമാധാനം ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടായിരിക്കണം. मेरा आप दूसरों को शांति देना, मेल कराने वाला होना है, तो स्वयं हमारे जीवन में शांति पहले होना है. ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വസ്ഥതയും സമാധാനവും കടന്നു വരും. यीशु मसीह हमारे हृदय के अंदर आएगा तो निश्चित है कि हमारे हृदय के अंदर में शांति हमको मिलेगी. യേശുവിനോടുകൂടെ ജീവിക്കുമ്പോൾ നമ്മൾ ആ സമാധാനത്തിന്റെ വാഹകരായി തീരും.
यीशु मसीह के लिए हम जिएंगे तो हम समाधान देने वाले एक वाहन बन जाएंगे। നമ്മൾ ഏതെങ്കിലും ഒരു ഭവനത്തിലേക്ക് ചെന്നാൽ നമ്മുടെ ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, നമ്മൾ ആയിരിക്കുന്നിടത്തൊക്കെയും യേശു നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ നമ്മളിൽ നിന്ന് സമാധാനത്തിന്റെ വാക്കുകൾ, സമാധാനത്തിന്റെ ചിന്തകൾ, സമാധാനത്തിന്റെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. मेरा आप कहीं पर भी जाए, नौकरी के स्थान पे जाए, इधर उधर हम कहीं पर भी चले जाए, मेरे आप के अंदर में यीशु मसीह है तो मेरा आप अपने मुंह के द्वारा शांति की बातें उन स्थानों के अंदर बोलेंगे, दूसरों को बताएंगे। നമ്മൾ സമാധാനത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെങ്കിൽ, സമാധാനം കൊടുക്കുന്നവരാണെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകുവാൻ വഴിയില്ല. ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ തന്നെ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരായിത്തീരും. अगर आप अगर शांति देने वाले हैं तो हम कहीं पर भी जाए, हम कोई भी वहां पे समस्या उत्पन्न नहीं करेंगे, उन समस्याओं से हम अलग अपने आप को बिताएंगे, हम वहां शांति उत्पन्न करेंगे, शांति देंगे। ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ്. അവരാരും തോൽക്കുവാൻ തയ്യാറല്ല. എവിടെയും ജയിക്കുവാനുള്ള ആഗ്രഹമാണ് ലോകത്തിലുള്ളവർക്കുള്ളത്. हम देखते हैं संसार में जितने भी लोग हैं उन सब की इच्छा क्या होता है, जीतने की इच्छा होता है, लेकिन मेरा आप इस संसार में उसके लिए नहीं है। ജയിക്കുവാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ സമാധാനം ഒരു പ്രശ്നമല്ല. കാരണം ഏത് വഴിയിലാണ് എനിക്ക് ജയിക്കുവാൻ കഴിയുന്നത്, ആ വഴിയാണ് ജയിക്കുവാൻ ആഗ്രഹമുള്ള ഒരാൾ നോക്കുന്നത്. हम देखते हैं जिसको जीतना है उसके लिए जो वो रास्ता ढूंढता है, किस तरह मैं अपने जीवन के अंदर विजय को प्राप्त करूं। അത് ആത്മീയ ജീവിതത്തിലായിക്കൊള്ളട്ടെ, ഭൗതിക ജീവിതത്തിലായിക്കൊള്ളട്ടെ, ഉന്നതത്തിലേക്ക് പോകണമെന്നും ഉയരണമെന്നുമുള്ള ആഗ്രഹത്തിലാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ, അത് ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു ആഗ്രഹമാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നറിയാമോ? ആ ഉയർച്ചയുടെ മധ്യത്തിൽ ആരൊക്കെ വീഴുന്നുണ്ടെന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല, നമുക്ക് ഉയരണം. അത് മാത്രമായിരിക്കും നമ്മുടെ ആഗ്രഹം. मेरे आपके जीवन में चाहे आत्मिक रीति से आर्थिक रीति से हमेशा उन्नति प्राप्त करने का लक्ष्य मेरा आप रखते हैं तो हमें याद रखना है, हम उस दिशा में बढ़ेंगे तो हम ये नहीं देखेंगे कि इससे कितने लोग गिरते हैं या कितनों को नुकसान हो रहा है। അതുകൊണ്ട് തന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. സമാധാനം ഉണ്ടാക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഭവനത്തിലായിക്കൊള്ളട്ടെ, ഞാൻ ആയിരിക്കുന്ന സഭയിലായിക്കൊള്ളട്ടെ, ദേശത്തിലായിക്കൊള്ളട്ടെ, എവിടെയും ആയിക്കൊള്ളട്ടെ, എന്നെ കർത്താവ് വീണ്ടെടുത്തത്, എന്നെ ആക്കി വെച്ചിരിക്കുന്നത് ആ ദേശത്തിന് സമാധാനം ഉണ്ടാക്കുവാൻ തക്കവണ്ണവും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും തക്കവണ്ണം. इसलिए मुझे आपको हमेशा समझना है कि मेरा आप जहाँ भी रहते हैं, प्रभु ने मुझे आपको वहाँ क्यों रखा, नियुक्त किया है। मेरा आप दूसरों को शांति देने के लिए इसलिए प्रभु ने रखा हुआ है। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ഭൂമിയുടെ പ്രത്യേകത, ഈ ലോകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ഒരു സമയമാണ്, ഒരു ലോകമാണ്. അതിന്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. इसलिए मुझे आपको समझना है, मेरा आप जिस स्थान पर रह रहे हैं वो स्थान क्या है जहाँ शांति नहीं है, जहाँ हमेशा या शांति का वातावरण है। ഒരു വ്യക്തി നമ്മുടെ അടുക്കലേക്ക് കടന്നു വന്ന് നമ്മളോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളോട് ചില ആലോചനകൾ ചോദിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സമാധാനം ഉണ്ടാക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മളിലൂടെ ആ സമാധാനം പ്രാപിച്ചു വേണം ആ വ്യക്തി നമ്മെ വിട്ടുപോകുവാൻ. एक व्यक्ति मेरे आपके पास आए, अपने प्रार्थना विषय को मुझे आपको बताए, मेरे आप अगर मेल कराने वाले हैं, शांति देने वाले हैं, तो मेरा आप अपने जीवन के द्वारा उसको शांति दे के ही उसको भेजेंगे। ഈ ലോക ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. There are two types of races that is living today. मेरा आप इस संसार में हम देखते हैं दो तरह के लोग या दो वर्गों के लोग इस संसार में रह रहे, जी रहे हैं। ഒന്നാമത്തെ ടൈപ്പ് ആളുകൾ എന്ന് പറയുന്നത് they are the people, they are the races from Adam. एक वो लोग हैं जो आदम के द्वारा हुए हैं, पैदा हुए हैं। രണ്ടാമത്തെ തരത്തിലുള്ള ആളുകൾ ആരാന്ന് ചോദിച്ചാൽ ആദമിൽ നിന്ന് വന്നവരാണ്, എന്നാൽ they are born again through their faith in Jesus Christ. दूसरे तरह के लोग कौन है? यद्यपि आदम के द्वारा उनका जन्म हुआ है, लेकिन वे विश्वास के द्वारा नए जन्म प्राप्त करके जी रहे हैं। അപ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും ആദമിൽ നിന്ന് വന്ന മനുഷ്യരാണ്. എന്നാൽ ഈ രണ്ടാമത് പറഞ്ഞ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദമിൽ നിന്നവർ വേർപെട്ട് മറ്റൊരു വൃക്ഷത്തിന്റെ ശാഖകളായി തീർന്നു. ആ വൃക്ഷം ക്രിസ്തുവാണ്. हम देखते हैं हर एक मनुष्य आदम की सृष्टि है, आदम की ही संतान कहलाते हैं, लेकिन उसमें से कुछ लोग हैं जो यीशु में विश्वास करते हैं,
वे उस यीशु मसीह के द्वारा उस पेड़ से, उस तने से निकले हुए लोग हैं। നിങ്ങൾക്ക് സമയം ലഭിക്കുകയാണെങ്കിൽ റോമാലേഖനം 11-ാം അധ്യായം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. ആദം എന്ന് പറഞ്ഞ വൃക്ഷത്തിൽ നിന്ന്, മരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ കാട്ടൊലിവിൽ നിന്ന് ക്രിസ്തുവാകുന്ന നല്ല ഒലിവിലേക്ക്, നല്ല വൃക്ഷത്തിലേക്ക് നമ്മളെ മുറിച്ചു മാറ്റി ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് ആ അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. अगर हमें और विस्तार से पढ़ना है, समझना है, तो रोमी की किताब 11वें अध्याय से पढ़ सकते हैं। अब देखते हैं आदम के अंदर से निकले उस वृक्ष में से प्रभु ने वहां से टहनी काट करके, जो वृक्ष क्या था, जो टहनी क्या थी, जंगली जैतून की टहनी थी, उसको काट करके प्रभु यीशु मसीह जो अच्छी जैतून की टहनी है वहां पे मुझको आपको उसमें लगा दिया गया है। ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ ആ ട്രാൻസിഷൻ നടന്നിട്ടുണ്ടോ, ആ ഗ്രാഫിംഗ് നടന്നിട്ടുണ്ടോ എന്നുള്ളതിന് ചില ടെസ്റ്റുകളുണ്ട്. हम वास्तव के अंदर में बदलाव, रूपांतरण हुआ है या नहीं है, उसकी एक परीक्षा है। ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ, ആദമിലുള്ള വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തി സെൽഫ് സെന്റേർഡ് ആണ്. എന്നാൽ ക്രിസ്തുവിലുള്ള വ്യക്തി എന്ന് പറയുന്നത് സെൽഫ് ഡിനൈഡ് ആണ്. हम देखते जो आदम में से निकला व्यक्ति क्या है, वो स्वयं केंद्रित रहता है। लेकिन यीशु मसीह के द्वारा निकला जो व्यक्ति है वो स्वयं केंद्रित नहीं है, वो अपने आप को इनकार करा व्यक्ति है। പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് മനസ്സിലാക്കണമേ സഹോദര സഹോദരി, നമ്മൾ സെൽഫിൽ കേന്ദ്രീകരിക്കപ്പെട്ടതാണ്. എല്ലാം എനിക്ക് വേണം, എല്ലാം എന്നെ സംബന്ധിച്ചായിരിക്കണം, എനിക്ക് ഉയരണം, എനിക്ക് നന്നാകണം, എനിക്ക് അനുഗ്രഹിക്കപ്പെടണം. മറ്റുള്ളവരെ കുറിച്ച്, ആരെ കുറിച്ചും നമുക്ക് കെയർ ഇല്ല. ഞാനും എൻ്റെ കുടുംബവും എനിക്കുള്ളവരും, അതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വീണ്ടും ജനനം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല. हम देखते हैं व्यक्तिगत केंद्रित होकर चलने वाले, जीने वाले व्यक्ति हमेशा अपने बारे में सोचते, मेरी उन्नति हो, मेरा फायदा हो। लेकिन हम देखते हैं कि ऐसा व्यक्ति कभी भी इस संसार के अंदर दूसरों के लिए कुछ नहीं कर सकता है। അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി പാടുന്നതായിരിക്കാം, പ്രാർത്ഥിക്കുന്നതായിരിക്കാം, കയ്യിൽ ബൈബിൾ ഉണ്ടായിരിക്കാം, പ്രസംഗിക്കുന്നവരായിരിക്കാം, ആ വ്യക്തിക്ക് പല ടൈറ്റിലുകളും ഉണ്ടായിരിക്കാം. എന്നാൽ ഈ സ്വഭാവത്തിൽ മാറ്റം വന്നില്ല എങ്കിൽ, സ്വയം കേന്ദ്രീകൃതനായി നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാതെ, മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാതെ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ നന്മകൾ പോലും വേണ്ടെന്ന് വെക്കുവാൻ തയ്യാറാകാതിരുന്നു കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ആദമിൽ തന്നെ ജീവിക്കുന്നവരാ, ആദമിന്റെ വഴിയിൽ ജീവിക്കുന്നവരാ. मेरा आप इस बात को समझना है, स्वयं केंद्रित होके मेरा आप जिएंगे, अपने बारे में सोचेंगे, जिएंगे, दूसरों के बारे में सोचेंगे नहीं, तो आज भी मेरा आपने नया जन्म नहीं प्राप्त किया है, हम आज भी आदम की संतान कहलाएंगे। മറ്റൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ആദമിലുള്ളവർ ദേ ആർ ഫൈറ്റിംഗ് ഫോർ ദംസെൽവ്സ്, അതർ ഈസ് ഗിവിംഗ് അപ്പ് ഹിസ് ഓൺ റൈറ്റ് ഫോർ അതേഴ്സ്. हम देखते हैं आदम की संतान क्या है, केवल अपने लिए, अपने फायदे के लिए युद्ध करता है। लेकिन जो यीशु मसीह के संतान है वो दूसरों के लिए देने वाला होता है, अपना त्याग करता है ताकि दूसरों को दे दे। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും നമ്മൾ ഏത് വൃക്ഷത്തിലാണ്, ആദമിലാണോ വസിക്കുന്നത്, ക്രിസ്തുവിലാണോ വസിക്കുന്നതെന്ന്. इसलिए मुझे आपको इससे पता चल जाएगा मेरा आप किस में निवास करते, आदम में निवास करते हैं या यीशु मसीह में निवास करते हैं। മൂന്നാമതൊരു വിഷയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ആദമിലുള്ളവരുടേത് ക്ലെഞ്ചഡ് ഫിസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ മുറുക്കി പിടിച്ചിരിക്കുന്ന കൈകളാണ്. എല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം, മറ്റാർക്കും ഇത് കൊടുക്കത്തില്ല. എന്നാൽ ക്രിസ്തുവിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് ഓപ്പൺ ആയിരിക്കും, ഓപ്പൺ ഹാൻഡ് ആയിരിക്കും. നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം, മറ്റുള്ളവരും കൂടെ എൻ്റെ നന്മകൾ അനുഭവിക്കട്ടെ എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. आदम की संतान आज भी हैं, तो जो कुछ मेरे आप के हाथों में है, मुट्ठी बंद करके मेरा आप जीते हैं, किसी को कुछ देंगे नहीं। लेकिन अगर यीशु मसीह के संतान है तो हमारी मुट्ठी हमेशा खुली रहेगी, हम दूसरों को देने वाले बनेंगे, दूसरों की मदद करने वाले बनेंगे। നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മയുടെ മൊത്തം കൊടുക്കണമെന്നല്ല, നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മയുടെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. മറ്റൊരു വ്യക്തി നമ്മുടെ മുമ്പിൽ കണ്ണുനീരൊഴുക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ചു പോകുവാൻ തക്കവണ്ണം നമുക്ക് കഴിയത്തില്ല. അഥവാ അങ്ങനെ കഴിയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ക്രിസ്തുവിലല്ല, നമ്മൾ ആദമിലാണ് വസിക്കുന്നത്. मैं सब कुछ देने के लिए नहीं कह रहा हूँ, लेकिन जो मेरे आपके पास में उसमें से एक भाग हम दूसरों के लिए देने वाले बने,
दूसरों के दुख कष्ट वेदनाओं को देख के मैं और आप अगर दे नहीं पा रहे हैं, देने का मन नहीं है, तो आज भी हम आदम की ही संतान के रूप में जी रहे हैं। അവസാനമായി ആ ഭാഗം പറഞ്ഞ് ഞാനൊന്ന് നിർത്തുകയാണ്. ആദമിലുള്ളവരെന്ന് പറയുന്നത് എർത്തിലി സെന്റേഡ് ആണ്, ഭൗമികരാണ്, ഈ ഭൂമിയിൽ അവർ കേന്ദ്രീകൃതമായിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിലുള്ളവരെന്ന് പറയുന്നത് ഹെവൻലി സെന്റേഡ് ആണ്. അവർക്ക് എപ്പോഴും അറിയാം ഈ ഭൂമിയിൽ കുറച്ചു കാലത്തേക്ക് ഞങ്ങളുള്ളൂ, ഞങ്ങളുടെ നിത്യവാസം സ്വർഗത്തിലാണ്. अगर हम आदम की संतान बन के जी रहे हैं तो हमेशा पृथ्वी की वस्तुओं पे केंद्रित होके मेरा आप जी रहे हैं। लेकिन अगर हम यीशु मसीह की संतान हैं तो स्वर्गीय वस्तुएं, स्वर्गीय अनुग्रह जो है उस पे केंद्रित होके हम चल रहे हैं, जी रहे हैं। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ ഈ ഭൗമികമായതിനെ അന്വേഷിച്ച് ഓടുകയാണെങ്കിൽ നമ്മൾ ഭൗമികരായിട്ട് തന്നെ മാറും. എന്നാൽ ഈ ഭൂമിയിൽ നമ്മൾ വസിക്കുമ്പോൾ എല്ലാം ഉണ്ടെങ്കിലും, എല്ലാ നന്മകളും ലഭിച്ചെങ്കിലും, എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചാലും ശരി, നമുക്കറിയാം ഇത് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന നാടിനെ കുറിച്ച് എപ്പോഴും ശുഷ്കാന്തി ഉള്ളവരായിരിക്കും. आदम के संतान हम बन के चलेंगे, जिएंगे तो हमेशा हमारा ध्यान संसार की वस्तुओं पे, संसार पे लगा रहेगा। लेकिन अगर हम परमेश्वर यीशु मसीह के संतान है तो हमेशा हमारा ध्यान स्वर्गीय वस्तुओं पे, स्वर्गीय अनुग्रहों पे लगा रहेगा। प्रियो, നമുക്കറിയാമല്ലോ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഹോളിഡേയ്സിന് പോവാണെന്ന് വെച്ചോ, ഏതെങ്കിലുമൊക്കെ സ്ഥലം കാണുവാൻ തക്കവണ്ണം 1, 2, 3 ദിവസത്തേക്ക് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളിൽ അങ്ങ് ഉത്സുകരായിട്ട് അവിടെ തങ്ങുകയല്ല ചെയ്യുന്നത്. കാരണം നമുക്കറിയാം അവിടെ 1, 2, 3 ദിവസത്തേക്ക് നമ്മൾ അവിടെ ഉള്ളൂ, നമ്മൾ മടങ്ങി നമ്മുടെ നാട്ടിൽ വരേണ്ടവരാണെന്ന്. അപ്പോൾ നമ്മുടെ ആ വാസസ്ഥലം എന്ന് പറയുന്നത്, നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ 2, 3 ദിവസത്തേക്ക് നിൽക്കുന്ന സ്ഥലമല്ല, പിന്നെയോ നമ്മൾ നിത്യമായി നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പെർമനന്റ് പ്ലേസ് ആണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. इस तरह मुझे आपको समझना है, मैं और आप इस तरह घूमने फिरने के लिए जाते हैं, 2 या 3 दिन हम वहां पर रहेंगे। लेकिन हमको एक बात मालूम है कि 2 या 3 दिन के बाद हमें वापिस अपने घर में लौट कर आना है, इसलिए हम वहां से लौट कर आएंगे। उसी तरह हमारा जीवन भी संसार में उतना ही है, हमारा लक्ष्य जहाँ है वहां का हम ध्यान करेंगे। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് നമ്മൾ എപ്പോഴും നയിക്കേണ്ടതായിട്ടുള്ള ഒരു ചിന്തയായിരിക്കണം. ഈ ലോകം എനിക്ക് ക്ഷണികമാണ്, ഈ ലോകത്തിൽ കുറച്ചു നാൾ മാത്രമേ ഉള്ളൂ. അതാണ് കഴിഞ്ഞ കാലങ്ങളിൽ അനേക ഭക്തരെ ദൈവഭയത്തിൽ നിർത്തിയതിൻ്റെതായിട്ടുള്ള രഹസ്യം. हमेशा इस बात को ध्यान करना है, ये संसार में आप थोड़े और कुछ चंद दिनों के लिए है। अनेकों भक्तों का उसी तरह का जीवन था इस संसार में। അതുകൊണ്ടാണ് അനേക ഭക്തന്മാർ തങ്ങൾക്കുണ്ടായിരുന്ന ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങളെ വിട്ട് ക്രിസ്തുവിന്റെ സാക്ഷികളായി, ക്രിസ്തുവിന്റെ അനുയായികളായി തീർന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇന്ത്യയിലൊക്കെയും മിഷണറിമാർ കടന്നു വന്നത് സമ്പന്നമായ രാജ്യങ്ങളിൽ നിന്നായിരുന്നു. കാരണം അവരുടെയൊക്കെയും ഹൃദയം ദൈവം തുറന്നിട്ട് ഈ രഹസ്യം അവർക്ക് കാണിച്ചു കൊടുത്തു. കാരണം ഈ ലോകത്തിൽ നിങ്ങൾ കുറച്ചു നാളത്തേക്കുള്ളൂ, ലഭിച്ച സമയം കൊണ്ട് നിത്യതയിലേക്കുള്ള നിക്ഷേപങ്ങൾ ഒരുക്കണം എന്നവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ടാണ്. मुझे आपको मालूम होना, अनेकों भक्तों ने अपने जीवन को प्रभु के लिए दे दिया। अपना देश छोड़ के अनेकों लोग हमारे देश में मिशनरी बन के आए, क्योंकि उनकी आंखें खुल चुकी थी। उनको मालूम था चंद दिनों का सुख है इस पृथ्वी के ऊपर में, लेकिन उनकी आंखें खुलने के कारण उन्होंने अपने जीवन को परमेश्वर के लिए, राज्य के लिए बिताया। നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ നോക്കാം, സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. जो वाक्य हम पढ़ रहे हैं उसमें लिखा है, धन्य जो मेल कराने वाले, क्योंकि परमेश्वर के पुत्र कहलाएंगे। ഹൃദയത്തിന്റെ ഉള്ളിൽ സമാധാനമില്ലാത്ത 2 വ്യക്തികൾ ഒന്നിച്ചിരുന്നാൽ അത് വീട്ടിലായാലും ശരി, സഭയിലായാലും ശരി, പ്രശ്നങ്ങളെ ഉണ്ടാകൂ. 2 व्यक्ति है आपस में मेल नहीं है, वो कलीसिया में हो, घर में हो, हमेशा वहां विवाद ही उत्पन्न होगा। നമ്മളിപ്പോ കേട്ടതുപോലെ 2 ക്ലെഞ്ചഡ് ഫിസ്റ്റുള്ള, മുറുക്കി കൈ പിടിച്ചിരിക്കുന്നത്, ഇത് എന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് 2 വ്യക്തികൾ സ്വയം വാദിക്കുകയാണെങ്കിൽ അവരെവിടെ കൂടി വന്നാലും, അത് ശുശ്രൂഷയിൽ വന്നാലും ശരി, സഭയിൽ വന്നാലും ശരി, സ്കൂളിലായാലും ശരി, ഭരണത്തിലായാലും ശരി, എവിടെയും ആയിക്കൊള്ളട്ടെ, അവർക്കൊരു നന്മ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. അവർ പരസ്പരം വഴക്കടിച്ച് ഭിന്നതയിൽ തന്നെ നിൽക്കും. 2 व्यक्ति हमेशा जो कुछ है, जिस भी स्थान में सब कुछ मेरा है बोल के मुट्ठी बंद करके चलते हैं, जीते हैं, वे कभी भी दूसरों के लिए अनुग्रह नहीं हो सकते हैं। घर में हो, नौकरी स्थान में हो, कलीसिया में क्यों ना हो। നമ്മളിൽ പലരും അത്തരക്കാരായിരുന്നു. അങ്ങനെയായിരുന്ന നമ്മുടെ കൈകളിലാണ് ദൈവത്തിന്റെ തിരുവചനം ഒരു നാളിൽ ദൈവം എത്തിച്ചത്.
हम भी पहले शायद ऐसे ही थे, लेकिन प्रभु ने दिया मेहरबानी करके अपना पवित्र वचन मेरे आपके हाथों में दिया है। And Bible is the book of peace. ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ വേദപുസ്തകം സമാധാനത്തിന്റെ പുസ്തകമാണ്. हम देखते हैं पवित्र शास्त्र वास्तव में क्या है? शांति देने वाला है, शांति की किताब है। 400 പ്രാവശ്യം 400 ടൈംസില് ദൈവത്തിന്റെ വചനത്തിൽ സമാധാനം എന്ന വാക്ക് എഴുതിയിട്ടുണ്ട്. हम देखते हैं बाइबल में करीब 400 बार जो है इस तरह शांति की वचन या मेल कराने वाले वचन लिखे हुए हैं। എബ്രായ ലേഖനം 13-ാം അധ്യായം 20-ാമത്തെ വാക്യത്തില്, 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാമത്തെ വാക്യത്തില് ദൈവത്തെ സമാധാനത്തിന്റെ ദൈവം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. हम देखते हैं पुरानी किताब 13 अध्याय में, तेसलोनी किताब के अंदर में हम देखते हैं यीशु मसीह के बारे में लिखा है वो शांति देने वाला है। യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ചൊരു പ്രവചനം എഴുതിയിട്ടുണ്ട്. ആ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് യേശു കർത്താവിനെ വിളിച്ചിരിക്കുന്ന പേര് പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു എന്നാണ്. हम देखते हैं यशायाह भविष्यवक्ता अपने 90 अध्याय के 6 वाक्य में क्या कहता है? वो जो राजकुमार होगा शांति का राजकुमार होगा। അതുപോലെ തന്നെ നമ്പേഴ്സ് സംഖ്യാപുസ്തകം 6-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിൽ മോശ ദൈവത്തിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്ന സമയത്ത് പറയുന്നത്, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. इसलिए गिनती की किताब में हम देखते हैं कि मूसा जो है इस्राएलियों को आशीष देते वक्त कहता है शांति का परमेश्वर तेरे साथ में रहे। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ വാക്യങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ്? ഈ സമാധാനത്തിന്റെ ദൈവമാണ്, ഈ സമാധാനത്തിന്റെ പ്രഭുവായ ക്രിസ്തുവാണ് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നതെങ്കിൽ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിട്ട് തീരണം. इसलिए मुझे आपको समझना है, अगर यीशु मसीह मेरे आप के अंदर में है तो मेरा आप इस संसार में दूसरों को शांति देने वाले, मेल कराने वाले कहलाएंगे। നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് നോക്കിക്കേ, നമ്മൾ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരാണോ അതോ മറ്റുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നവരാണോ? मेरा आप संसार में अपने आप को जांचे, हम दूसरों को शांति देने वाले हैं या दूसरों की शांति भंग करने वाले हैं। സമാധാനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 3 തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. मेल कराने वालों से संबंधित बातों को हम देखेंगे तो 3 तरह के लोगों को हम देखते हैं। 1 പീസ് ബ്രേക്കേഴ്സ്, 2 പീസ് ഫേക്കേഴ്സ്, 3 പീസ് മേക്കേഴ്സ്. ഒന്നുകൂടെ ഞാൻ പറയാം. 1 പീസ് ബ്രേക്കേഴ്സ്, പീസ് ബ്രേക്കേഴ്സ്. हम देखते हैं पहला है शांति तोड़ने वाले। രണ്ടാമത് പീസ് ഫേക്കേഴ്സ്, സമാധാനം ഇല്ലെങ്കിലും സമാധാനം ഉണ്ടെന്ന് അഭിനയിക്കുന്നവർ. हम देखते हैं दूसरे हैं शांति है नहीं लेकिन शांति है का अभिनव करते हैं वो लोग। മൂന്നാമത്തേത് പീസ് മേക്കേഴ്സ്, അതായത് സമാധാനം ഉണ്ടാക്കുന്നവർ. तीसरा है शांति देने वाले। എന്താണ് ഈ പീസ് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നത്? സമാധാനത്തെ ഉടച്ചു കളയുന്നവർ ആരാണ്? शांति को भंग तोड़ने वाले कौन हैं? അവരാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ, ഡിവിഷൻസ് ഉണ്ടാക്കുന്നവർ, സ്വസ്ഥത കെടുത്തുന്നവർ, പ്രശ്നം ഉണ്ടാക്കുന്നവർ, അവരാണ് സമാധാനം ഇല്ലാതാക്കുന്നവർ. ये लोग कौन से होते? हर एक जगह समस्या उत्पन्न कराने वाले, दुख कष्ट उत्पन्न कराने वाले लोग होते हैं ये। റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 17, 18 വാക്യങ്ങൾ ദേവദാസൻ ഒന്ന് വായിച്ച്. റോമാലേഖനം 16-ാം അധ്യായം, റോമൻ 16 verses 17 and 18. रोमियो 16 का 17 और 18 हम पढ़ेंगे। रोमियो 16 अध्याय 17 18। अब हे भाइयों, मैं तुमसे विनती करता हूं कि जो लोग उस शिक्षा के विपरीत जो तुमने पाई है फूट डालने, ठोकर खाने के कारण होते हैं, उन्हें ताड़ लिया करो और उनसे दूर रहो, क्योंकि ऐसे लोग हमारे प्रभु मसीह की नहीं परंतु पेट की सेवा करते हैं और चिकनी चुपड़ी बातों से सीधे साधे मन के लोगों को बहका देते हैं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു വലിയ വാർണിംഗ് ആണ് ദൈവസഭയ്ക്ക് ഇവിടെ തന്നിരിക്കുന്നത്. यहाँ पौलुस के द्वारा कलीसिया को बहुत बड़ी एक चेतावनी दी गई है। ഇവിടെ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ദൈവസഭയുടെ മധ്യത്തിലേക്ക് ആരെങ്കിലും ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കിക്കൊണ്ട് വരികയാണെങ്കിൽ അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. यह लिखा है, कोई भी तुम्हारे मध्य में फूट डालने के लिए, ठोकर खिलाने के लिए आए
तो तुम उसको ध्यान से देखना, सावधानी से देखना उन लोगों को। അവിടെ എഴുതിയിരിക്കുന്നു, അവരോട് നിങ്ങൾ അകന്നു മാറിയിരിക്കണം. वहां लिखा है उनसे तुम दूर रहना। അവരെന്തിനാണ് സഭയുടെ ഉള്ളിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ, അവർ കർത്താവിനെ സേവിക്കുവാൻ വേണ്ടി വന്നവരല്ല, തങ്ങളുടെ വയറിനെ അത്രേ സേവിക്കുന്നത്. वे लोग कलीसिया में क्यों आए? वास्तव प्रभु की सेवा करने के लिए नहीं, अपने पेट की सेवा करने के लिए आए हैं। അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അവരുടെ വയറിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ, ഒരു ജോലി എന്ന് മാത്രമേ ഉള്ളൂ. पेट की सेवा का अर्थ क्या है? प्रभु की सेवा करना दूसरे तरह की नौकरी के समान ही उनके लिए है। അവർക്ക് ജോലിക്ക് പകരമായിട്ട് അവർ BTHോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസമോ എടുത്തുകൊണ്ട് അവരുടെ ജോലിയായിട്ട് മാത്രമാണ് ഇത് കാണുന്നത്. उन्होंने इसकी बाइबल का शिक्षा BTH या MD पढ़ने के बाद केवल इसको एक नौकरी के रूप में, काम के रूप में देखा है उन लोगों ने। അവർക്കറിയാം അവർക്ക് ബഹുമാനം കിട്ടും, മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടും, അതോടുകൂടി ധനവും കിട്ടും, നല്ലൊരു ജീവിതവും ജീവിച്ചൊരു ഭാവി ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിലാണ് അവർ സഭയ്ക്കുള്ളിലേക്ക് വരുന്നത്. क्योंकि उनको मालूम है इससे उनका एक अच्छा भविष्य मिलेगा, इज्जत मिलेगा और तरह के अनुग्रह मिलेंगे, इसलिए इस कार्य को कर रहे हैं। ഈ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് എന്താണെന്നറിയാമോ? അവർ ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയും. वो चिकनी चुपनी बातों से सीधे साधे मन के लोगों को बहका देते हैं। എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വളരെ വ്യക്തമായിട്ട് ഈ വചനം ഓർക്കണമേ. ഇത് എഴുതുന്ന സാഹചര്യത്തിൽ ആ 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭയുടെ മധ്യത്തിലേക്ക് ഇത്തരക്കാർ വളരെയധികം വന്നിരുന്നു. इसलिए हमें समझना है क्यों पौलुस ने इस बात को लिखा, क्योंकि पहली शताब्दी में कलीसिया के अंदर ऐसे बहुत से लोग प्रवेश कर चुके थे। അവര് പല ദിവസങ്ങളിലേക്ക് കടന്നു വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, സഭയിലുള്ള സാധുക്കളായ ചിലരെ പറഞ്ഞതുപോലെ ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് തങ്ങളോട് അടുപ്പിച്ചിട്ട് ഒരു ദിവസം അവർ മറ്റൊരു സഭയാക്കി അതിനെ അങ്ങ് മാറ്റും. ഒരു ഡിവിഷൻ ഉണ്ടാക്കും സഭയ്ക്കകത്ത്. वो क्या करते थे? वे लोग इस तरह कलीसिया में आते थे, कुछ लोगों को चिकनी चुकनी बातों से अपनी तरफ मिला देते थे और बाद के अंदर कलीसिया में फूट डाल के अपनी ही अलग कलीसिया बना लेते थे। ഇവരെയാണ് പീസ് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നത്, സമാധാനത്തെ ഉടയ്ക്കുന്നവരെന്ന് പറയുന്നത് ഇവരെയാണ്. ऐसे लोग हैं जिनको मेल तोड़ने वाले, शांति भंग करने वाले लोग हैं। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നെയും എന്നെയും ദൈവത്തിന്റെ സഭയിലേക്ക് എത്തിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, ദൈവസഭയ്ക്ക് കീഴ്പ്പെട്ട്, ദൈവദാസന്മാർക്ക് കീഴ്പ്പെട്ട്, ദൈവജനത്തോട് കൂടി ഒന്നിച്ചു നിൽക്കാനാണ്, പിശാചിനോട് എതിരിട്ട് നിൽക്കുവാൻ. इसलिए मुझे आपको समझना, प्रभु ने मुझे आपको कलीसिया में क्यों रखा है, नियुक्त किया है? परमेश्वर के दासों के अधीन होकर चलने के लिए, प्रभु की इच्छा के अनुसार जीने के लिए। നിങ്ങളോടൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഒരു വലിയ വാണിംഗ് ആണത്. നിങ്ങൾ നിൽക്കുന്ന സഭയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ചേർന്ന് പോകുവാൻ പറ്റത്തില്ലെങ്കിൽ, അവിടെയുള്ള ദൈവദാസന്മാരെ അംഗീകരിക്കുവാൻ കഴിയത്തില്ലെങ്കിൽ, അവിടെയുള്ള ദൈവമക്കളോട് ചേർന്ന് പോകുവാൻ കഴിയത്തില്ലെങ്കിൽ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നിങ്ങൾ പിന്മാറി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരിടത്തേക്ക് പൊയ്ക്കണം. इसलिए मैं आपसे भी चेतावनी दे के आपसे भी कहना चाहता हूँ, अगर आपको कोई भी बात ठीक नहीं लग रही है तो वहां पे समस्या उत्पन्न ना करे, वहां पे शांति भंग ना करे, वहां पे तोड़फोड़ ना करे, आप किसी दूसरी कलीसिया में चले जाएं। 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. इसलिए 1 कुरिन्थियों 3:16 में लिखा है, जो परमेश्वर के मंदिर को नष्ट करेगा प्रभु उसको नष्ट कर देगा। ദൈവത്തിന്റെ സഭ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ നിങ്ങളുടെ വാക്കുകൊണ്ടോ നിങ്ങൾ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടോ ദൈവത്തിന്റെ സഭയ്ക്കകത്തൊരു ഭിന്നത വരുന്നുവെങ്കിൽ, ശുശ്രൂഷകന്മാരുടെ ഹൃദയം വേദനിക്കുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവസന്നിധിയിൽ ന്യായവിധിയുടെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് ഓർക്കുക. हमारे जीवन के द्वारा कलीसिया के अंदर में टूट फूट होती है, दूसरों को दुख होता है, परमेश्वर के दासों को वेदना होती है, तो एक दिन समझना है न्यायासन के सामने मुझे आपको सबको खड़ा होना है, उस दिन हमारा न्याय होगा। അതുകൊണ്ടൊരു കാര്യം ഓർക്കണമേ, സമാധാനം ഉണ്ടാക്കുവാൻ തക്കവണ്ണം നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അവരാണ് ദൈവത്തിന്റെ മക്കൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നത്. मुझे आपको समझना है कि परमेश्वर ने मेल कराने के लिए हमको बुलाया है, मेल कराने वाले हैं तो हम परमेश्वर के संतान कहलाएंगे। അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആരും തന്നെ we shouldn't make the peace breakers ourselves. इसलिए हम में से कोई भी व्यक्ति जो है
शांति भंग करने वाला, ये मेल को भंग करने वाला नहीं होना है। എഫേസ്യ ലേഖനം 4-ാം അധ്യായം 29-30 വാക്യങ്ങളെ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. इफिसियन 4 का 29-30 आयत को हम पढ़ेंगे। इफिसियों 4 अध्याय 29-30. 29 और 30 हम पढ़ेंगे। कोई गंदी बात तुम्हारे मुंह से ना निकले, आवश्यकता के अनुसार वही निकले जो उन्नति के लिए उत्तम हो, ताकि उससे सुनने वाला अनुग्रह हो। परमेश्वर के पवित्र आत्मा को शोकित मत करो, जिससे तुम पर छुटकारे के दिन के लिए छाप दी गई है। സമാധാനം നഷ്ടപ്പെടുന്നതിന്റെ തുടക്കം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ നാവിലൂടെ, നമ്മുടെ വായിലൂടെ അനാവശ്യമായ വാക്കുകൾ പുറത്തു വരുന്നതിലൂടെയാണ് അത് തുടങ്ങുന്നത്. मेल भंग कहाँ होता है, शांति कहाँ भंग होती है? अनावश्यक बातें जब मेरे आपके मुंह के अंदर से बाहर निकलता है। ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയോട് പറയുകയാണ്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. इसलिए वचन में लिखा है, सुनने वालों पे अनुग्रह होने के लिए आवश्यकता के अनुसार वही निकले जो उन्नति के लिए हो, उत्तम हो। अनावश्यक बातें हमारे मुंह से ना निकले। ഒരു കാര്യം ഓർക്കണമേ, നമ്മളൊരു കാര്യം പറയുന്നതിന് മുമ്പ് 2 സെക്കൻഡ് ഒന്ന് ആലോചിക്കണം. ഞാൻ ഈ പറയുന്ന വാക്കുകൾ ആരുടെയെങ്കിലും ഹൃദയം വേദനിപ്പിക്കുന്നതാണോ? ഞാൻ ഈ പറയുന്ന വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഞാൻ ഈ പറയുന്ന വാക്കുകൾ നന്മയിലേക്കുള്ള വാക്കുകളാണോ, അതോ മറ്റുള്ള ഹൃദയത്തെ കീറുമുറിക്കുന്ന വാക്കുകളാണോ എന്ന് 2 സെക്കൻഡ് ചിന്തിച്ചിട്ട് മാത്രമേ നമ്മുടെ വായ തുറക്കാവൂ. इसलिए प्रियो, मुझे और आपको समझना है, मेरा आप जब भी कुछ बातें बोले 2 या 3 सेकंड अच्छी तरह सोच के बोले। ये वाक्य जो मैं कह रहा हूँ दूसरों को दुख देने वाला तो नहीं है, ये वाक्य मैं कह रहा हूँ दूसरों को वेदना देने वाला तो नहीं है। इसलिए सोच समझ के, जांच के अपने शब्दों का इस्तेमाल करे। ദൈവത്തിന്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുവാൻ വേഗതയുള്ളവരും സംസാരിക്കുവാൻ മന്ദതയുള്ളവരുമായിരിക്കണമെന്ന്. इसलिए प्रभु का वचन कहता है, हम बोलने में धीमे और सुनने में तेज हों। അതുകൊണ്ട് തന്നെ അത് ഭവനത്തിലായിക്കൊള്ളട്ടെ, ഭാര്യ ഭർത്തൃ ബന്ധത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെ ജോലി സ്ഥലങ്ങളിലായിക്കൊള്ളട്ടെ, എവിടെയായിരുന്നാലും ശരി, നമ്മുടെ നാവിൽ നിന്നൊരു വാക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും അതിനെ ശോധന ചെയ്യണം. കാരണം ഇത് പ്രയോജനത്തിന് വേണ്ടിയുള്ള വാക്കാണോ അതോ ഭിന്നതയ്ക്ക് വേണ്ടിയുള്ള വാക്കാണോ എന്ന് നമ്മൾ ആലോചിക്കണം. इसलिए मेरा आप कहीं पर भी क्यों ना हो, परिवार में हो, पति पत्नी के बीच में, नौकरी के स्थान में कहीं पर भी क्यों ना हो, हमारे मुंह से निकले वाक्य जो है भिन्नता देने वाली हो ना हो, इस बात को हमें समझना है। നമ്മുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ ചില വ്യക്തിയുടെ ഹൃദയങ്ങളിൽ മുറിവുണ്ടാക്കിയാൽ അത് ഭൗതികമായി ഉണ്ടാക്കുന്ന മുറിവുകളെക്കാൾ ഘോരമായിരിക്കും. इसलिए हमको समझना है, मेरे आपके मुंह से निकलने वाले वाक्य अगर किसी को हृदय तोड़े, तो जो हम काम करते हैं वो बहुत बड़ा नुकसान उस व्यक्ति के लिए है। ആത്മാവിൽ ഉണ്ടാകുന്ന മുറിവുകൾ എന്ന് പറയുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകളെക്കാൾ ഭയാനകമാണ്. आत्मा के अंदर, हृदय के अंदर जो घाव होते हैं, शरीर में जो बाहर घाव होते हैं, उससे भी अत्यधिक चोट देने वाले होते हैं, दर्दने होते हैं। ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ കുറച്ചു കാലം കഴിയുമ്പോൾ അത് കരിഞ്ഞു പോയേക്കാം, അത് ഹീൽഡ് ആയേക്കാം. എന്നാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന മുറിവുകൾ പലപ്പോഴും കരിയുവാൻ തക്കവണ്ണം ബുദ്ധിമുട്ടായി തീരും. शरीर के अंदर कुछ घाव हो जाए, चोट लग जाए, कुछ दिनों के बाद सूख जाएगा, ठीक हो जाएगा। लेकिन हृदय के अंदर जो घाव लगते हैं उसको ठीक होने में बहुत समय लगता है प्रियो। അത് മാത്രമല്ല സഹോദരങ്ങളെ, ഒരു കാര്യം കൂടെ മർമ്മമായിട്ട് നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചില വ്യക്തികളുടെ കൈകളിലും കാലുകളിലും നെറ്റിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആഴത്തിൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ ഒരു വലിയ ആഴത്തിൽ ഒരു പാട്, ഒരു കാലോസ്, ഇംഗ്ലീഷിൽ കാലസ് എന്ന് പറയും, ഒരു വലിയ പാടുണ്ടാകും. അത് മരിക്കുന്നത് വരെ ആ പാട് കട്ടിയായിട്ട് കിടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. कई बार हमारे शरीर के ऊपर में, खास चेहरे के ऊपर में कुछ ऐसे भयंकर घाव हो जाते हैं, चोट लग जाती है, तो हम देखते हैं मरने तक वो दाग जो है बिल्कुल चेहरे पे या शरीर पे अच्छी तरह दिखता है, वो जाता नहीं है कभी भी। നമ്മൾ സൈക്കോളജി പഠിക്കുകയാണെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ ചില വിഷയങ്ങളുണ്ട്. അനേകരുടെ ജീവിതത്തിൽ, അവരുടെ വ്യക്തിത്വത്തിൽ ഇങ്ങനത്തെ ഭാരങ്ങളും പ്രയാസങ്ങളും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാക്കുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ നാളുകളിൽ, ഒരുപക്ഷെ കഴിഞ്ഞ വർഷങ്ങളിൽ, ചെറുപ്പകാലങ്ങളിൽ അവരുടെ ഹൃദയത്തിനകത്തുണ്ടായ മുറിവുകളുടെ കോൺസിക്വൻസസ് ആണ്. हम देखते हैं, साइकोलॉजी हम पढ़ेंगे तो व्यक्तिगत असंतुलन जब बिगड़ जाता है, उसका कारण क्या होता है? बचपन में, छोटी आयु के अंदर में
बहुत से घाव जो उसको हुए थे उसके कारण जो बड़ा होता है तो उसका जो व्यक्तिगत संतुलन जो है बिगड़ जाता है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോഴായിക്കൊള്ളട്ടെ, ഭാര്യമാരോട് സംസാരിക്കുമ്പോഴായിക്കൊള്ളട്ടെ, ഭർത്താക്കന്മാരോട് സംസാരിക്കുമ്പോഴായിക്കൊള്ളട്ടെ, നിന്റെ വാക്കുകൾ സമാധാനം കൊടുക്കേണ്ട വാക്കുകളാണ്. എന്നാൽ മറ്റുള്ളവരെ കീറി മുറിച്ച് അവരുടെ ഹൃദയത്തിനകത്ത് മുറിവുകളും പാടുകളും ഉണ്ടാക്കുന്ന വാക്കുകളായി തീരരുത്. इसलिए मेरा आप जब वचन बोले, बच्चों से बोले, घर में बोले, बाहर बोले, कहीं पर भी बोले, हमारे वाक्य जो है दूसरों को कष्ट वेदना देने वाले, दूसरों को घाव देने वाले नहीं होना है, मेल कराने वाले, शांति देने वाले वाक्य होने हैं। ദൈവത്തിന്റെ വചനത്തിൽ യാക്കോബിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഭക്തി വ്യർത്ഥമാണെന്ന്. इसलिए याकूब की किताब जो है 3रे अध्याय में हम जीव के बारे में पढ़ते हैं। अगर अपने जीव को हम नियंत्रित नहीं कर पाए तो हमारी भक्ति व्यर्थ है। അതിനെ മാത്തമാറ്റിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ 0 ഔട്ട് ഓഫ് 100, 100-ൽ 0 മാർക്കേ ഉള്ളെന്ന് അതിന്റെ അർത്ഥം. अगर हम गणित के शब्दों में उसको देखें तो 100 में से हमको डबल 0 मिलता है। അതിന്റെ അർത്ഥം എന്താണ്? പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രസംഗമുണ്ട്, എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ മാർക്ക് 000/100. हम देखते हैं भक्ति तो है, अच्छे गीत गाते, आराधना करते हैं, सब कुछ करते हैं, लेकिन जब प्रभु देखता है तो 100 में से हमको 000 मिलता है। സഹോദര സഹോദരി, നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഇതല്ലേ സംഭവിക്കുന്നത്? സഭയിൽ വരുമ്പോൾ ആരാധനയുണ്ട്, പാട്ടുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ വീട്ടിൽ ചെന്നാൽ സ്വസ്ഥതയില്ല. ഭാര്യ ഭർത്താവിനോട് പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അനേകര് ചെവിക്കകത്തേക്ക് വിരലിടും. അതുപോലെ ഭർത്താവ് ഭാര്യയോട് പറയുന്ന വാക്കുകൾ, മക്കളോട് കൊടുക്കുന്ന ശാപങ്ങൾ, അവരെ ശപിക്കുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ മക്കളാണെന്നല്ല, ദൈവത്തിന്റെ പേര് കേട്ടിട്ടുള്ളവരാണോ എന്ന് പോലും അത്ഭുതപ്പെട്ടു പോകും. कई बार हम देखते हैं भक्ति करते लेकिन बाहर हम निकलते हैं, घरों के अंदर पति पत्नी के शब्द ऐसे होते हैं कि दूसरों को कान में रूह डालनी पड़ती है, बच्चों को हम अनावश्यक बोलते शाप देते हैं। ऐसे बहुत सी बातें हैं जो हम अपनी दिनचर्या में हम करते हैं अपने जीवन के अंदर में। സഹോദര സഹോദരി, അതുകൊണ്ട് ഈ വിഷയത്തെ ഗൗരവത്തോടെ കാണണം. ഇന്നു മുതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: കർത്താവേ, ഹല്ലേലൂയ, നമ്മളിപ്പോൾ കേട്ടതുപോലെ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്, ആവശ്യത്തിന് ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ മറ്റൊന്നും എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുവാൻ ഇടയാകരുതേ കർത്താവേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. इसलिए प्रियो, मेरे आपकी प्रार्थना होना है खास इन दिनों, मेरे आपके मुंह से निकलने वाले वाक्य जो है सुनने वालों को अनुग्रह देने पाए, उनके जीवन में उन्नति देने पाए। ऐसे शब्दों का, ऐसे वाक्यों का हम इस्तेमाल करें अपने जीवन के अंदर। ये हमारे जीवन का प्रार्थना होना है। കഴിഞ്ഞ നാളുകളിൽ ആരെങ്കിലും നമ്മുടെ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് ക്ഷമ പറയണം. അത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മൾ പുതിയൊരു സൃഷ്ടിയായി തീർന്നിരിക്കുന്നെന്ന്. पिछले दिनों में अगर हमने किसी को भी घाव दिया है, अनाप शनाप किसी को बोला है, तो उसके पास जाओ, उससे माफी मांगे, तो उससे पता चल जाए कि हाँ, हमारे जीवन में एक बदलाव हुआ है, परिवर्तन हुआ है। അതുകൊണ്ട് മുന്നോട്ടുള്ള നാളുകളിൽ വളരെ ആലോചിച്ച് മാത്രം നമ്മൾ സംസാരിക്കുക, വളരെ തൂക്കി മാത്രം സംസാരിക്കുക, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കുക. इसलिए आगे के जीवन में ध्यान रखना है, हम नाप तोल कर शब्दों का इस्तेमाल करें, किसी को भी अनावश्यक बातें हम ना बोले, अपने जीवन में इन बातों का हम पालन करें। प्रियो, ഫിലോസഫിക്കകത്തൊരു പറച്ചിലുണ്ട്, മൗനം വിദ്വാനുഭൂഷണമെന്ന്. എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവരുടെ നന്മയാണ്, ബുദ്ധിയുള്ളവരുടെ ഭൂഷണമാണ് അവർ മൗനം പാലിക്കുന്നവരാ പലയിടത്തും. हम देखते हैं कि फिलोसफी में लिखा है कि जो है व्यक्ति मौन रखता है वो दूसरों बुद्धि के रूप में वो एक उनके लिए अच्छा है। എനിക്ക് പരിജ്ഞാനമുള്ള വ്യക്തിയാണെന്ന് ഞാൻ പറയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ എൻ്റെ വാക്കുകളെ നിയന്ത്രിക്കുന്ന വ്യക്തിയായിരിക്കും. ആവശ്യമുള്ളിടത്തും ആവശ്യമല്ലാത്തിടത്തും ഒക്കെ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയായിരിക്കത്തില്ല. എൻ്റെ വാക്കുകൾക്ക് വിലയുണ്ടാകും. എൻ്റെ വാക്കുകൾ അളന്നു തൂക്കിയായിരിക്കും ഞാൻ സംസാരിക്കുക. मैं अगर एक परिपक्व व्यक्ति हूँ तो मैं अपने शब्दों को इस्तेमाल सही रीति से करूंगा। हम कम बोलेंगे, अत्यधिक हम नहीं बोलेंगे। ये परिपक्व व्यक्ति की विशेषता है। ये നമ്മൾ ആരെങ്കിലും ഒന്ന് സ്വയം ചിന്തിച്ചേ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ റെപ്യൂട്ടേഷൻ, മറ്റുള്ളവരുടെ പേര്, മറ്റുള്ളവരുടെ നന്മയെ കീറി മുറിക്കാറുണ്ടോ?
मेरा आप सोचे, मेरा आपका वाक्य दूसरों के जीवन का कोई भी उनका स्थान, उनकी प्रतिष्ठा को कहीं ठोस तो नहीं पहुंचा रहा है। നമ്മളെ വിശ്വസിച്ച് ആരെങ്കിലും രഹസ്യങ്ങൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെങ്കിലും അവരോട് പിണങ്ങേണ്ടി വരുമ്പോൾ അവർ നമ്മളോട് പറഞ്ഞേൽപ്പിച്ച രഹസ്യങ്ങൾ നമ്മൾ പരസ്യമാക്കാറുണ്ടോ? मेरा आपके जीवन में हमें और हम पे विश्वास रख के किसी ने कुछ रहस्य बात हमको बताई है, लेकिन आने वाले दिनों के अंदर हमारा अगर उससे फूट हो गई, अप्रसन्न हो गए, तो क्या उन रहस्य बातों को हम सबके सामने उजागर तो नहीं कर देते? അത് മാത്രമല്ല, നമ്മൾ അറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ മറ്റുള്ള കുടുംബങ്ങളിൽ നടന്നത്, മറ്റുള്ളവരുടെ മക്കളുടെ ജീവിതത്തിലുള്ള കുഴപ്പങ്ങള്, ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞിട്ട് അതിൽ സന്തോഷം കണ്ടെത്താറുണ്ടോ? क्या मेरा आप अपने जीवन के अंदर में जो दूसरों की कमी है, घटी है, उनको हम दूसरों को फोन करके बोलते हैं, और ऐसा बोलने से क्या मुझे आपको एक आनंद मिलता है क्या? നമ്മുടെ സഭയിലുള്ള സഹോദരങ്ങളായിക്കൊള്ളട്ടെ, ആരുടെയെങ്കിലും ജീവിതത്തിൽ വന്ന ഒരു വീഴ്ചയെ കണ്ട്, ഒരു തോൽവിയെ കണ്ടിട്ട്, അല്ലെ അവരുടെ മക്കളുടെ ജീവിതത്തിൽ വന്ന ഒരു തോൽവിയെ കേട്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, ഇത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറയുന്നതാണെന്നും പറഞ്ഞ് മറ്റാരോടെങ്കിലും വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥനയുടെ പേരെടുത്തിട്ട് നമ്മൾ ഉള്ളിൽ സന്തോഷിക്കാറുണ്ടോ? हम देखे कई बार ऐसे लोगों की जो कमजोरियां होती हैं, उसको हम अप्रत्यक्ष रूप से प्रार्थना के रूप में दूसरों को बताते हैं, और उसके द्वारा अगर हमको ऐसा तो नहीं कुछ आनंद हमको मिलता हो। ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിലാണ് ആ തോൽവി സംഭവിച്ചതെങ്കിൽ, നമ്മുടെ കുടുംബത്തിലാണ് ആ വീഴ്ച വന്നതെങ്കിൽ, നമ്മൾ ആരോടെങ്കിലും വിളിച്ചു പറയുമോ? ഇല്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും കൂടെ പറയും, ഇതാരും അറിയാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കണമെന്ന് നമ്മൾ പറയും. अगर यही बात अगर हमारे जीवन में हो जाए, हमारे बच्चों के जीवन में कुछ कमी पेशी हो जाए, तो मैं और आप हमेशा चाहेंगे कि ये बात किसी को पता ना चले, पति पत्नी उन्हीं को पता चले, ये हमारी इच्छा होती है। കാരണം എന്തെന്നറിയാമോ? നമ്മൾ എല്ലാവരോടും വിളിച്ചു പറയുന്നത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ക്രിസ്തുവിൽ ഇവരെന്റെ സഹോദരന്മാരാണ്, സഹോദരിമാരാണെന്ന്. എന്നാൽ നമ്മളത് വിശ്വസിക്കുന്നില്ല. നമ്മൾ വെറുതെ അവരെയൊക്കെയും വെറുതാക്കാരായിട്ട് കണ്ടിട്ട് അവരെ മുറിവേൽപ്പിക്കുന്നതിനാണെന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. इसलिए कई बार मेरा आप बोलते हैं मसीह में हम भाई बहन हैं, लेकिन व्यर्थ के अंदर ये बातें बोलते हैं हम अपने जीवन के अंदर में, बल्कि दूसरी तरफ उनको घाव देने वाले होते हैं हम। നിങ്ങൾക്കറിയാമോ, മുന്നോട്ട് നമ്മൾ പഠിക്കുവാൻ പോകുന്നുണ്ട്. ഈ പറയുന്ന സെർമൺ ഓൺ ദ മൗണ്ടിൽ 7-ാം അധ്യായം വരുമ്പോൾ നമ്മൾ പഠിക്കാറുണ്ട്. 7-ാം അധ്യായം 12-ാമത്തെ വാക്യത്തില് ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ വെച്ചിട്ടുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യർ 7:12, മാത്യു 7:12, അവിടെ പറയുന്നു, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. आने वाले दिनों पहाड़ी उपदेश के अंदर जो 7वें अध्याय में हम आएंगे, तो 7 के 12 के अंदर इस तरह लिखा है, इस कारण जो कुछ तुम चाहते हो कि मनुष्य तुम्हारे साथ करे, तुम भी उनके साथ वैसा ही करो, क्योंकि व्यवस्था और भविष्यवक्ताओं की शिक्षा यही है। അതിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലായിക്കേ. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യണമെന്ന്. क्या लिखा है? जो हम चाहते हैं कि दूसरे हमारे लिए करें, वही प्रभु का वचन कहता हम दूसरों के लिए करें। മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. കർത്താവ് പറയുന്നു, അവർ നിങ്ങളെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവർ സ്നേഹിക്കുന്നതിന് മുമ്പേ നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കണം. മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അവർ ബഹുമാനിച്ചില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് ബഹുമാനിക്കണം. മറ്റുള്ളവർ എന്നെ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ സഹായിച്ചില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് സഹായിക്കണം. അതാണ് ന്യായപ്രമാണം പറയുന്നതെന്നാണ് ആ വാക്യത്തിൽ നമ്മൾ പഠിക്കുന്നത്. वाक्य का अर्थ क्या है? हम चाहते हैं कि दूसरे हमसे प्रेम करें, उससे पहले हम दूसरों से प्रेम करें। हम चाहते हैं कि दूसरे हमारा सम्मान करें, उससे पहले हम दूसरों का सम्मान करें। हम चाहते हैं कि दूसरे हमारी सहायता करें, उससे पहले हम दूसरों की सहायता करें। यही व्यवस्था का मूल केंद्र बिंदु है। എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, വ്യക്തിബന്ധങ്ങൾ തകരുന്നത്, ദൈവസഭയിലുള്ള വ്യക്തിബന്ധങ്ങൾ തകരുന്നത്, ലോകത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ തകരുന്നത്, കുടുംബത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ തകരുന്നത് എന്താണെന്നറിയാമോ? അവരെന്നെ കണ്ടിട്ട് ബഹുമാനിച്ചില്ല, എന്നെ കണ്ടിട്ട് നോക്കിയില്ല, അവരെന്നെ കണ്ടിട്ട് ചിരിച്ചില്ല, അവരെന്നെ ക്ഷണിച്ചില്ല. ഇങ്ങനത്തെ വിഷയങ്ങളിലല്ലേ ബന്ധങ്ങൾ തകരാറുള്ളത്, സുഹൃത്ത് ബന്ധങ്ങൾ തകരാറുള്ളത്. हम देखते अधिकतर संबंध क्यों टूटते हैं, उसका मुख्य कारण यह है कि उसने मुझे सम्मान नहीं किया, उसने मुझे देखा नहीं, उसने मुझे अच्छी स्थान नहीं दिया। ये छोटी छोटी बातों के कारण मित्रों के बीच में, आपस में संबंधियों के बीच में हम देखते हैं संबंध टूट जाते हैं। ഇവിടെ കർത്താവ് പറയുന്നു, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യണം. അതാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും.
इसलिए लिखा है, जो कुछ तुम चाहते हो कि मनुष्य तुम्हारे लिए करे, वो तुम उनके साथ करो। व्यवस्था आवश्यकताओं की यही विधि है। എന്താണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ ബൈബിൾ അല്ലെങ്കിൽ വിശുദ്ധ വചനം എന്നാണ് അതിന്റെ അർത്ഥം. क्योंकि व्यवस्था और आवश्यकताओं की शिक्षा यही है। इसका अर्थ क्या है? इसका अर्थ यही है, जो पवित्र शास्त्र हमारे हाथों में है, उसका पालन करें। നമ്മളെല്ലാവരും പറയും നമ്മൾ ന്യായപ്രമാണം അനുസരിക്കുന്നവരാണ്, നമ്മൾ വചനം അനുസരിക്കുന്നവരാണ്. കർത്താവ് പറയുന്നു വചനം എന്ന് പറയുന്നത് ഇതാണ്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യണം. हम कहते हैं कि हाँ, वचन का पालन करता हूँ, प्रभु की व्यवस्था को मानता हूँ, लेकिन उसका अर्थ क्या है? वचन का पालन करता हूँ का अर्थ क्या है? हम जैसा चाहते हैं लोग हमारे लिए करें, हम वैसा ही दूसरों के लिए भी करें। സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ മധ്യത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുവാൻ, അത് സോർട്ട് ഔട്ട് ചെയ്യുവാൻ ആരാണ് ആദ്യം ശ്രമിക്കേണ്ടത്? इसलिए अगर हमारे बीच के अंदर कोई समस्या हो, तो समस्या का हल अगर करना है, तो पहल कौन करेगा? पहल कौन करेगा? നിങ്ങളുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ഡിസഗ്രിമെന്റ് ഉണ്ടായാൽ, ഒരു പ്രയാസം ഉണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ, മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ ആരാണ് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത് ആ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യുവാൻ? पति पत्नी के बीच में अगर कोई भी बात को लेकर विवाद हो गया, तो उस विवाद को हल करने के लिए पहल किसको करना है? ദൈവത്തിന്റെ വചനം പറയുന്നു, കൂടുതൽ ആത്മീകനായിരിക്കുന്ന വ്യക്തി ആരോ ആ ആളാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത്. प्रभु का वचन कहता है, इनमें से जो ज्यादा आत्मिक है वही पहल करना है। അവർ രണ്ടുപേരും പറയുക എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ആത്മീകരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുവാനേ പാടില്ല. अगर वो कहते हैं नहीं, हम तो दोनों आत्मिक व्यक्ति हैं, तो ऐसी समस्या उनके पारिवारिक जीवन में होगा ही नहीं। നിങ്ങൾക്കറിയാമോ, വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ആരുണ്ടാക്കിയ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാനാണെന്നറിയാമോ? പരിഹരിക്കാനാണെന്നറിയാമോ? मुझे आपको क्या मालूम है, यीशु मसीह कोई संसार में परमेश्वर होते, यीशु मसीह को एक ही समस्या का हल करने के लिए संसार में आना पड़ा। वो समस्या क्या थी? हमको क्या मालूम है क्या? നമുക്കറിയാം, മനുഷ്യനാണ് ദൈവസന്നിധിയിൽ പാപം ചെയ്തത്. ആദമാണ് ദൈവസന്നിധിയിൽ പാപം ചെയ്തത്. അവൻ ചെയ്ത പാപം മൂലമാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് അവൻ പുറത്തായത്. ആദം ചെയ്ത പാപം മൂലമാണ് സകല മാനവരാശിയും ദൈവത്തിന്റെ ശത്രുക്കളായി തീർന്നത്. मुझे आपको मालूम होना है, आदम के कारण ही हम देखते हैं कि पाप संसार में आया। आदम के कारण ही हम देखते हैं कि संसार जो पापी कहलाता है। മനുഷ്യൻ ചെയ്തു പോയ തെറ്റ്, മനുഷ്യൻ ദൈവത്തിന്റെ ശത്രുവായി തീർന്ന തെറ്റ്, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയ തെറ്റ് തിരുത്തുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവമാണ് മുൻകൈ എടുത്തത്. ദൈവമാണ് സകല സ്വർഗത്തിലെ മഹിമകളെയും വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെന്ന് അറിയാമോ? ഞാനും നിങ്ങളും ആത്മീകരാണെങ്കിൽ ഒരിടത്ത് സമാധാനം ഉണ്ടാക്കുവാൻ തക്കവണ്ണം ആദ്യം ശ്രമിക്കേണ്ടത്, അതിനാദ്യം മുൻകൈ കൊടുക്കേണ്ടത്, അതിനാദ്യം ഇറങ്ങേണ്ടതിന്, അത് ആദ്യം വില കൊടുക്കേണ്ടത് ആത്മീകരായിരിക്കുന്ന നമ്മളായിരിക്കണം. इसलिए मुझे आपको समझना है, मनुष्य ने, आदम नहीं, सबसे पहले मनुष्य ने पाप किया। मनुष्य ही परमेश्वर शत्रु हो गया, मनुष्य ही परमेश्वर से अलग हो गया था। लेकिन उस समस्या का हल करने के लिए हम देखते हैं, परमेश्वर होते हुए भी यीशु मसीह मनुष्य बन के संसार में आया। उस समस्या का हल करने के लिए यीशु मसीह ने ही पहल किया। उसी तरह अगर मेरा आप आत्मिक व्यक्ति हैं, तो मुझे आपको समस्या का हल करने के लिए पहले करना है। അടുത്ത 3 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. अगले 3 मिनट के अंदर मैं यहाँ समाप्त करूंगा। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അതുകൊണ്ട് നമ്മൾ ഇന്ന് കേട്ട വചനത്തെ ഒന്ന് ശ്രദ്ധിക്കുക. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. आज हमने जो वचन सुना है, समझा है, उस क्या है? मेल कराने वाले परमेश्वर के पुत्र पुत्री कहलाएंगे। നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് സമാധാന പീസ് ബ്രേക്കേഴ്സിനെ കുറിച്ചാണ്. ഇനി പീസ് ഫേക്കേഴ്സ് ആരാണ്, പീസ് മേക്കേഴ്സ് ആരാണെന്ന് കർത്താവ് വന്നില്ല എങ്കിൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് പഠിക്കാം. अभी हमने केवल मेल तोड़ने वालों के बारे में बात किया है। आगे हम देखेंगे जो मेल करने का अभिनय करते हैं और जो वास्तव के अंदर मेल कराने वाले हैं। इन दोनों बातों को अगर प्रभु के आगमन में देर है, तो आने वाले दिनों में हम देखेंगे। നമുക്ക് ഈ ദിവസങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ എന്റെ നാവ് കൊണ്ട് അനേകരെ മുറിച്ചിട്ടുണ്ട്.
എന്റെ നാവ് കൊണ്ട് അനേകർക്ക് വേദന വരുമാറി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങയെ സ്തുതിക്കേണ്ട എന്റെ വാക്കുകൾ, അങ്ങയുടെ നാമത്തെ ഘോഷിക്കേണ്ട എന്റെ വാക്കുകൾ ഒരേ വായിൽ നിന്ന് തന്നെ ശാപവും അനുഗ്രഹവും വരുമാറ് എന്റെ നാവ് പിശാച് ഉപയോഗിക്കുവാനിടയായിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. प्रियो, आने वाले दिनों के अंदर मेरा आप प्रभु से प्रार्थना करे। प्रभु, मेरे जीवन के द्वारा मैंने बहुतों को दुख दिया, कष्ट वेदना दिया। मेरे शब्दों के द्वारा बहुत से लोगों को मैंने इस संसार के अंदर में बहुत सी बुराइयों, बहुत से अपराध किए। प्रभु, मुझे इन तमाम पापों से क्षमा करे। मेरा प्रियो प्रभु से प्रार्थना करे। കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു, ഒരേ ഉറവയിൽ നിന്ന് കയ്പുള്ള വെള്ളവും മധുരമുള്ള വെള്ളവും പുറപ്പെടാറില്ല. इसलिए प्रभु का वचन कहता है, एक ही सोते में से खारा पानी और मीठा पानी दोनों निकलता नहीं है। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാം നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദുഷ്ടത ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞ്, സമാധാനം നിറഞ്ഞ്, സ്വസ്ഥത നിറഞ്ഞ് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി നമുക്ക് ഈ ദിവസങ്ങളിൽ തീരുവാൻ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. इसलिए प्रियो, मेरा आप अपने आप को प्रभु के हाथों में समर्पित करे। मेरा आप परमेश्वर के लिए जीने वाले, प्रभु के लिए अच्छा करने वाले एक अच्छा स्तोत्र बन जाए, ये मेरा आप प्रभु से प्रार्थना करे। സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. मेल कराने वाले धन्य हैं, वे परमेश्वर के पुत्र कहलाएंगे। പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വചനത്തിന്റെ മുമ്പാകെ ഇരിപ്പാന്റെ കോണം അടിയങ്ങൾക്ക് കൃപ തന്നതിനായിട്ട് സ്തോത്രം. അപ്പാ, അടിയങ്ങളെ മുറ്റുമായും താഴ്ത്തി തരുന്നു. കർത്താവെ, ട്രാൻസ്ലേറ്റ് ചെയ്യുവാന്റെ കോണം അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം. അപ്പച്ച, അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ ദാസനെ ഏൽപ്പിക്കുന്നു. അങ്ങ് മുന്നോട്ടുള്ള വഴികളിൽ സൂക്ഷിക്കണമേ. അങ്ങയുടെ ആലോചനകളെ കൊടുത്ത് കർത്താവ് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ. അപ്പച്ച, ദൈവസഭയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു കൂട്ടു ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, സഭകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും അങ്ങയുടെ നാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം അങ്ങയുടെ പ്രവൃത്തികളെ ചെയ്താട്ട് കർത്താവെ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കേട്ട തിരുവചനം എല്ലാവർക്കും അനുഗ്രഹമാക്കി കർത്താവ് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ. ജീവിതത്തിൽ രൂപാന്തരം തരണമേ. അനുഭവങ്ങൾ മാറ്റണമേ കർത്താവെ. ക്രിസ്തീയ ജീവിതം ലാഘവത്തോടെ കാണാതെ ഗൗരവത്തോടെ കണ്ട് ഞങ്ങൾ ഒരുങ്ങുവാനും മറ്റുള്ളവരെ ഒരുക്കുവാനും കൃപ തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ സന്നിധി മുറ്റുമായും താഴ്ത്തി തരുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് അവസാനം ബെനഡിക്ഷനും പറഞ്ഞു. आइए हम सरोज झुकाएं, प्रभु से प्रार्थना करें। प्रेम अनुग्रहकारी प्यारे खुदा, आपको धन्यवाद करते प्रभु। हमारे शरीर पर आत्मा को आपके हाथों में समर्पित करते प्रभु। अब्बा पिता, आपके दास के द्वारा जो वचन आज हमने सुना, मेल कराने वाले धन्य है प्रभु। अब्बा पिता, हमारी जीवन यात्रा में अनेक बार परमेश्वर हम इस संसार के अंदर परमेश्वर दूसरों को वेदना देने वाले, दूसरों को दुखित करने वाले प्रभु हो जाते प्रभु। हमारी हर एक कमियां घटियां को परमेश्वर आप दूर करना परमेश्वर, और भी आपके लहू से आप हमें शुद्ध पवित्र करना खुदा। हम इस संसार में जब तक जिए परमेश्वर, मेल कराने वाले, शांति देने वाले प्रभु, स्वतः भर के आपके लिए जीने वाले बन जाए प्रभु। पवित्र आत्मा सहायता करे। आपके दास को समर्पित करते हैं। कलीसिया को, परिवार को अनुग्रह करना, आपके नाम की महिमा के लिए अनेक स्थानों में इस्तेमाल करना। आज परमेश्वर जुड़े हुए परमेश्वर तमाम प्रिय लोगों को आपके समर्पित करते हैं। दासों को, दासियों को आपके हाथों में समर्पित करते हैं। विश्वासी हमारे प्रिय भाई बहनों को समर्पित करते खुदा। हमें से हर एक व्यक्ति परमेश्वर प्रभु मेल कराने वाला बन जाए। हमें से हर एक व्यक्ति परमेश्वर आपके लिए परमेश्वर अनेक लोगों को शांति देने वाला बन जाए। पवित्र आत्मा उसके लिए सहायता करे खुदा। वचन के सामने हमारे जीवनों को समर्पित करते खुदा। धन्यवाद करते परमेश्वर। हालेलुया। सन्नी पास्टर के लिए प्यारे खुदा, इतने समय से प्यारे खुदा, प्यारे परमेश्वर प्रभु, इस मिट्टी को चलाने के लिए सहायता किया खुदा। धन्यवाद करते खुदा। आशीषित करना, टीम को निगरानी रखना, लीड करने वाले को निगरानी रखना खुदा। आज की रात वचन के सामने हम सबको समर्पित करते हैं। आदर, महिमा, गौरव, जलाल परमेश्वर आपको देते हैं। तमाम बातें उद्धार करते यीशु मसीह के सामर्थ्य नाम से मांगते हैं। आमीन, आमीन। तो एक परमेश्वर का प्रेम, अनुग्रह, सहभागिता सबके साथ, तमाम संतों के साथ, आज जुड़े हुए तमाम भाई बहन दास दासियों के साथ, वचन का प्रचार के दास के साथ हमेशा हमेशा होती रहे।